हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം തുടങ്ങുന്നു. കർമ്മയോഗം. അർജുനനാണ് പറയുന്നത്. ജ്യായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. കർമ്മയോഗത്തിലും മീതേ ജ്ഞാനയോഗമതെങ്കിലോ എന്തിനീ കർമ്മമാർഗത്തിൽ ബന്ധിപ്പിപ്പതു മാധവ. അർജുനൻ്റെ സംശയമാണ്, എന്നെ എന്തിനാണ് ഈ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് എന്നോട് കർമ്മം ചെയ്യാൻ പറയുന്നത്? ജനാർദ്ദന ഭഗവാനെ വിളിക്കുകയാണ്. ബുദ്ധിഹി കർമ്മണഃ ജായസി. ജ്ഞാനം കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണല്ലോ. തേ മത ചേത്. അതാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ ഹേ കേശവ, തത് ഘോരേ കർമ്മണി കിം മാം നിയോജയസി. അങ്ങനെയാണെങ്കിൽ, ഏറ്റവും ശ്രേഷ്ഠം ജ്ഞാനമാണെങ്കിൽ പിന്നെ ഈ ഘോരമായ കർമ്മത്തിൽ എന്തിനാണ് നീ എന്നെ നിയോഗിക്കുന്നത്? ഇപ്പം ഇവിടെ ജനാർദ്ദന എന്ന് വിളിക്കുന്നു, കേശവ എന്ന് വിളിക്കുന്നു. കുറച്ചും കൂടെ ഭഗവാനോട് ഇങ്ങനെ വളരെ സ്നേഹത്തോടെ ഒന്നിങ്ങനെ സോപ്പിടുക എന്ന് പറയില്ലേ നമ്മൾ, അതേപോലെ ചോദിച്ചു നോക്കുകയാണ്. എങ്ങനെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരി എന്നുള്ള ഒരു വാക്ക്, നീ ചെയ്യുന്നത് തന്നെയാണ് ശരി എന്നുവെച്ചാൽ യുദ്ധം നിർത്തണം, യുദ്ധം വേണ്ട അത് എന്നോട് പറയുമോ ഭഗവാൻ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നാടകമാണ്. അപ്പോൾ ഇപ്പോഴും അർജുനന് ഇത്രയൊക്കെ ഭഗവാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ സാഖ്യയോഗത്തിൽ മുഴുവൻ വിവരിച്ചു കൊടുത്തിട്ടും സ്ഥിതപ്രജ്ഞനും ലക്ഷണങ്ങളും അതിലേക്ക് എത്താനുള്ള നീ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. ഒരു ഘോരകർമ്മമാണ് എന്ത് നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗുരുക്കന്മാരെയും പിതാമഹന്മാരെയും ബന്ധുക്കളോടൊക്കെ ഞാൻ യുദ്ധം ചെയ്യണ്ടേ? അപ്പോൾ അതൊരു ഘോരകർമ്മമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്രയ്ക്കും അവരെ യുദ്ധം ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇതുവരെയും വന്നിട്ടില്ല. ഒരു യുദ്ധത്തിൽ 2 സേനകൾ ഏറ്റുമുട്ടുമ്പോൾ ഇതാണ് ജയിക്കേണ്ടതെന്ന് അറിയാമെങ്കിലും, ധർമ്മമാണ് ജയിക്കേണ്ടതെന്ന് അറിയാമെങ്കിലും അവരെ കൊല്ലണ്ടേ എന്നുള്ള ചിന്തയിൽ നിന്ന് അർജുനന് മാറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഭഗവാൻ തന്നെ ഈ സന്യാസം വളരെ നല്ലതാണ്, സന്യാസമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നെല്ലാം, കർമ്മത്തേക്കാൾ ഏറെ ശ്രേഷ്ഠമാണ് ജ്ഞാനയോഗി എന്നൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് എന്നെ ഈ ഘോരകർമ്മത്തിൽ നിയോഗിക്കുന്നത്? ഇതാണ് അർജുനൻ ഇങ്ങനെ ആവലാതിപ്പെടുന്നത്. വീണ്ടും അർജുനൻ തുടരുകയാണ് 2-ാമത്തെ ശ്ലോകത്തിൽ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമപ്നുയാം. വിപരീതമുരച്ചെന്നിൽ വിഷമങ്ങളുണർത്തല നല്ല മാർഗമുറപ്പിച്ചു ചൊല്ലുകിന്നെൻ ജനാർദ്ദന. ഭഗവാനോട് പറയാണ്, വ്യാമിശ്രേണവ വാക്യേന മേ ബുദ്ധിം മോഹയസീവ. ഈ സമ്മിശ്രമായിട്ടുള്ള വാക്യം, അതായത് ഇത് ശരിയാണ് ഇത് ശരിയാണ് അങ്ങനെ എന്നെ ബുദ്ധി ഒരു കൺഫ്യൂഷനിൽ എത്തിക്കാതെ അങ്ങിങ്ങനെ എൻ്റെ ബുദ്ധിയെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹം യേന ശ്രേയ ആപ്നുയാം തദ് ഏകം നിശ്ചിത്യ വദ. ഞാൻ സത്യത്തിൽ എന്ത് ചെയ്താലാണ് ശ്രേയസ് എനിക്ക് കിട്ടുക, അല്ലെങ്കിൽ ശ്രേയസിനെ പ്രാപിക്കുക, അത് മാത്രം തദ് ഏകം ഒന്ന് പറഞ്ഞു തന്നാൽ, ഉറപ്പിച്ച് പറഞ്ഞു തരും. ഭഗവാൻ തന്നെ എന്നെ കൺഫ്യൂഷനിലാക്കുകയാണ്, രണ്ടും പറഞ്ഞു തന്നിട്ട്. അപ്പോൾ ഇതിൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താലാണ് ശ്രേയസ്കരം അത് മാത്രം ഒന്ന് പറഞ്ഞു തരുമോ? ചിലപ്പോൾ കുട്ടികൾ പറയാറുണ്ട്, മിസ്സേ എന്നാണ് അതിൽ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം പറഞ്ഞു തന്നാൽ മതി, ചുറ്റുവട്ടം ഒന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ തലയിൽ പോവില്ല, കറക്റ്റ് ആ ഒരു കാര്യം എങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പം നമ്മളെപ്പോഴും പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ
നാനാ തലങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെയാക്കാം മക്കളെ, അതിങ്ങനെയും ചെയ്യാം അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലവർക്ക് അതൊന്നും ഉൾക്കൊള്ളില്ല. അവർ ടു ദ പോയിൻ്റൊക്കെ മതി. ചിലപ്പം മാർക്കൊന്നും കിട്ടില്ല, ഒന്നും മനസ്സിലാക്കുകയൊന്നുമില്ല. എങ്ങനെ ചെയ്യണം? മൾട്ടിപ്ലൈ ആണോ? ശരി, മൾട്ടിപ്ലൈ ചെയ്യാം. മിസ്സെ ഡിവൈഡ് ചെയ്യണോ? ഒന്ന് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് മിസ്സ് എന്ത് പറയുന്നോ അത് ഞങ്ങൾ ചെയ്യാം. അതേപോലെ ഇവിടെ അർജുനൻ പറയുന്നത് സത്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രം ഒന്ന് പറഞ്ഞു തരും. അപ്പം മനോവിഭ്രാന്തിയാണ് അർജുനന്. അദ്ദേഹം സാധാരണയായിട്ടുള്ള ഒരു ബുദ്ധിജീവിയാണല്ലോ. അപ്പോൾ കർമ്മമാണോ ജ്ഞാനമാണോ സത്യത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനുള്ള ബുദ്ധി എനിക്കില്ല. അതുകൊണ്ട് അപേക്ഷിക്കുകയാണ് ഭഗവാനോട്, ശ്രേയസ്സിനുള്ള ഏകമാർഗം എനിക്ക് നിശ്ചിതമായി പറഞ്ഞു തരൂ. എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. കാരണം എന്താ വെച്ചാൽ ഞാൻ ആകെ കഴിഞ്ഞ അധ്യായത്തിൽ ഇതൊക്കെ വിവരിച്ചു തന്നെങ്കിലും എനിക്ക് കാര്യമായിട്ട് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ആവുക എന്നല്ലാതെ, കർമ്മം ചെയ്യണമെന്നും പറയണു, ഞാൻ യോഗികളാണ് ഏറ്റവും നല്ലതും, ബ്രഹ്മനിഷ്ഠൻ, സ്ഥിതപ്രജ്ഞൻ, ഇതൊക്കെയാണ് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒന്ന് പറഞ്ഞു തരൂ. ഇപ്പോൾ ഭഗവാൻ മറുപടി പറയാണ് 3-ാമത്തെ ശ്ലോകത്തിൽ. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഖ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. മലയാളം ഭഗവാൻ പറയുന്നു, പൃഥ്വിയിൽ 2 മാർഗങ്ങൾ ഉത്തമം ചൊല്ലിടുന്നു ഞാൻ. സാംഖ്യർക്കിഷ്ടം കർമ്മയോഗം, യോഗികൾ ജ്ഞാനയോഗവും. ഹേ അനഘ, അല്ലയോ പാപരഹിത എന്നാണ് വിളിക്കുന്നത്. അസ്മിൻ ലോകേ സാഖ്യാനാം ജ്ഞാനയോഗേന യോഗീനാം കർമ്മയോഗേന ദ്വിവിധാ നിഷ്ഠ മയാ പുര പ്രോക്താഹ. ഈ ലോകത്തിൽ സാഖ്യന്മാർക്ക് ജ്ഞാനയോഗമനുസരിച്ചും യോഗികൾക്ക് കർമ്മയോഗമനുസരിച്ചും 2 തരം നിഷ്ഠ ഉണ്ട്. ഇത് ഞാൻ ആദ്യമേ പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശ്രീകൃഷ്ണന് ഏകദേശം ബോധ്യമായി. അർജുനൻ വഴങ്ങുന്നുണ്ട്, വഴിക്ക് വരുന്നുണ്ട്, താൻ വിളിക്കുന്ന വഴിക്ക് വരുന്നുണ്ട്. വളരെ കാർക്കശ്യ സ്വരത്തിൽ ഞാൻ എന്തായാലും യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ആളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം എനിക്ക് ശ്രേയസ്കരം എന്താണെന്ന് ചോദിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയല്ലോ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ അത്ഭുതമാണ്. അതുകൊണ്ടാണ് പാപരഹിത എന്ന് വിളിച്ചത്. അപ്പോൾ ആദ്യത്തെ കുറേ ശ്ലോകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങളിൽ സാഖ്യയോഗത്തെ വിവരിച്ചു. പിന്നെ 39 തൊട്ട് 70 വരെയുള്ള ശ്ലോകങ്ങളിൽ ബുദ്ധിയോഗത്തെ വിവരിച്ചു. പിന്നെ ഒരു സമചിത്തത, നമുക്കൊരു സമചിത്തത അത്യാവശ്യമാണ്. കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം വന്നു ചേരും. പക്ഷേ നമ്മൾ ഒരു സന്തുലിതാവസ്ഥയിൽ ജീവിക്കണം, അല്ലെങ്കിൽ സമചിത്തതയോടെ എല്ലാം കാണണം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് ഇതൊക്കെ കേട്ടപ്പോഴാണ് അവിടെ കൺഫ്യൂഷൻ വന്നത്. ഇപ്പോഴും പ്രവൃത്തി മാർഗ്ഗമാണോ നിവൃത്തി മാർഗ്ഗമാണോ ഏത് ഏറ്റവും കൂടുതൽ സ്വീകാര്യം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ കർമ്മയോഗവും ഈ സാഖ്യയോഗവും ജ്ഞാനയോഗവും സത്യത്തിൽ പരസ്പര വിരുദ്ധങ്ങളൊന്നുമല്ല, പരസ്പര പൂരകങ്ങളാണ്. ഒന്നുണ്ടെങ്കിലേ അടുത്തേ ഉള്ളൂ. കംപ്ലീറ്റ് ആവണമെങ്കിൽ, എല്ലാം കംപ്ലീഷൻ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ 2ഉം ആവശ്യമാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അനാസക്തിയോടെ കൂടി ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ, വാസനാമാലിന്യങ്ങളൊക്കെ അകറ്റി മനസ്സ് ശുദ്ധമാക്കുക. അങ്ങനെ ഒരു കർമ്മം, ആ കർമ്മം ചെയ്താൽ മാത്രമേ എവിടെ എത്താൻ പറ്റുള്ളൂ? ജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ അവസാന ഘട്ടമാണ് ആത്മാനുഭൂതി, അല്ലെങ്കിൽ പരമമായ ആനന്ദം അനുഭവിക്കൽ. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിനൊരു വഴി വേണം. ആ കർമ്മങ്ങൾ ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. എപ്പോഴും ആദ്യം കർമ്മയോഗം ആണ് നല്ലതെന്ന് പറഞ്ഞാലും ചെയ്യണമെന്ന് പറഞ്ഞാലും ആദ്യം സാഖ്യയോഗത്തെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞത്. അതെന്താണെന്ന് വിചാരിച്ചാൽ ലക്ഷ്യം എന്താണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ പഠിക്കുമ്പോൾ കുട്ടികളോടാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. എന്നിട്ട് അതിലേക്കുള്ള വഴി എന്താണ്, ഞാൻ എങ്ങനെയൊക്കെ ചെയ്താലാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക. അപ്പം ഞാൻ ഈ ജ്ഞാനയോഗത്തെ പറ്റിയിട്ടൊക്കെ നിനക്ക് പറഞ്ഞു തന്നത് നിൻ്റെ ലക്ഷ്യം അതാണെന്ന് നിനക്ക് മനസ്സിലാക്കാനാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളാണ് ഇപ്പം നീ ചിന്തിക്കേണ്ടത്.
അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ എന്താണ്? കർമ്മങ്ങൾ ചെയ്യുക. അപ്പം നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സംസാര വിഷയങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ സമചിത്തതയോടെ നേരിട്ട് നമ്മുടെ കർമ്മങ്ങൾ സമചിത്തതയോടെ നീ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിനക്ക് ജ്ഞാനത്തെ പറ്റി ചിന്തിക്കാം, അല്ലെങ്കിൽ ജ്ഞാനിയാവാൻ സാധിക്കും. കർമ്മങ്ങൾ ചെയ്ത് ഒഴിയണം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഓരോ ജന്മത്തിലും ചെയ്യുന്ന പുണ്യങ്ങളും പാപങ്ങളും നമ്മളൊരു മനസ്സിൽ പോലും ഒരാളോട് ഒരു നിമിഷം എന്തെങ്കിലും ഒരു ദേഷ്യം ചെയ്യണമെന്നില്ല, തോന്നിയാൽ മതി. അപ്പോൾ അത് അവിടെ പാപമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കുറേ പാപങ്ങളും കുറേ പുണ്യങ്ങളും കൂടിയിട്ടാണ് നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നമ്മൾ വീണ്ടും പുണ്യങ്ങൾ മാത്രം ചെയ്യാവുമ്പോൾ ആ പാപങ്ങളുടെ ഘനം കുറയും. അല്ല, അടുത്ത ജന്മത്തിൽ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ പാപങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവിടെ ഘനം കൂടും. അപ്പോൾ വീണ്ടും അടുത്ത ജന്മത്തിലേക്ക് പോകും. സഞ്ചി ഒഴിയണ്ടേ? എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഇതെല്ലാം ഒഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ജന്മം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലാതിരിക്കുക. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കൾ പൊതുവെ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ തർക്കിക്കാൻ വേണ്ടി വരുന്ന ധാരാളം പേരുണ്ടാവാം. അവരോട് നമുക്ക് ഉത്തരങ്ങളില്ല. അപ്പോൾ കർമ്മവാസനകൾ നമ്മൾ ചിലപ്പോൾ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കർമ്മവാസനകൾ കൂടും. പക്ഷെ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ശരിയായൊരു രീതിയിലല്ല നമ്മൾ പോകുന്നതെങ്കിൽ അപ്പോൾ വീണ്ടും വാസനകൾ കൂടി വരും. എപ്പോഴും നമ്മൾ ഒരു നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനത്തിനെ പറ്റിയിട്ടാണ് ആഗ്രഹിക്കുക അല്ലേ? അത് നേടാനുള്ള പല ട്രിക്കുകളും അല്ലെങ്കിൽ പല വിദ്യകളും നമ്മൾ ചെയ്യും. അത് ചിലപ്പോൾ ദുഷ്കർമ്മമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് അർജുന, ഇങ്ങനെയുള്ള കർമ്മപാത നീ പിന്തുടർന്ന് ജ്ഞാനയോഗത്തിൽ നീ എത്തണം. അപ്പം ജ്ഞാനികൾക്ക് എപ്പോഴും ജ്ഞാനയോഗം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മയോഗികൾക്ക് കർമ്മയോഗവും. ഇത് പണ്ട് മുതൽക്കേ ഉള്ളതാണ്. കാരണം ജ്ഞാനയോഗികൾക്ക് ഇനി ആവശ്യമില്ല. അവരുടെ എല്ലാം അടങ്ങി അവരിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നമ്മൾ അത്ര എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഉപദേശിക്കുകയാണ്, കർമ്മയോഗം ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ്, ജ്ഞാനയോഗത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതുകൊണ്ട് അല്ലയോ അർജുന, കർമ്മമാർഗം വളരെ അത്യാവശ്യം തന്നെയാണ്. അതില്ലെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഞാൻ ഒന്നുകൂടെ നിനക്ക് വിശദമായി പറഞ്ഞു തരാം. അപ്പം 4ാമത്തെ ശ്ലോകത്തിലാണ് ഇത് വിശദമാക്കുന്നത്. നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ആ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം ചൊല്ലി അന്വയം പറയുമ്പോഴേക്കും കുറച്ച് അധികമാവും. അതുകൊണ്ട് അടുത്ത ദിവസം ചൊല്ലാം. 3 ശ്ലോകങ്ങളാണ് ചൊല്ലിയിരിക്കുന്നത്. 3ാമത്തെ അധ്യായത്തിലേക്ക് എത്തി. നമുക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ഇങ്ങനത്തെ എല്ലാം കേൾക്കുമ്പോൾ. കാരണം നമുക്കിതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാനുള്ള ധാരാളം ബുക്കുകൾ നമുക്ക് വായിക്കാൻ കിട്ടും. അതെല്ലാം വായിച്ച് പറ്റുന്നവരെല്ലാം അങ്ങനെ കുറേ അധികം വായിച്ച് ഇതിനെ പറ്റിയിട്ട് എന്താണ് ഈ നമുക്കും സ്ഥിതപ്രജ്ഞൻ ബ്രഹ്മനിഷ്ഠൻ ഇതൊക്കെ പറയുമ്പം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഒന്നും കൂടെ ക്ലിയറാക്കൂ. പറ്റുന്നത്രയും പേര് വായിക്കൂ. വായിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ചെറിയ അറിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് രാവിലെ ഒരാൾ ഇത് ചൊല്ലിത്തരുന്നുണ്ട്, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ് ശരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ബുക്ക് തേടി പോകണ്ട, അല്ലെങ്കിൽ വായിക്കാനായിട്ട് ഇരുന്ന് ഇത് നമുക്ക് നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ആക്കണമെന്നല്ല, നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല അതിന്. ഇതാവുമ്പോൾ നമുക്ക് മൊബൈലിൽ രാവിലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ഇത് ആദ്യം ഒന്ന് കേൾക്കാം. പിന്നെ നമുക്ക് വിശദമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്കിത് വിശദമായിട്ട് കേൾക്കുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. മുഴുവനായിട്ടും ബൈഹേർട്ടും കൂടെ പഠിക്കാൻ പറ്റുന്നവരൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. നമ്മളിപ്പം വായിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ. അങ്ങനെ എത്രയോ പ്രാവശ്യം നാരായണീ ആയാലും ഭഗവത്ഗീത ആയാലും എത്രയോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത് ബൈഹാർട്ടാവും. പിന്നെ ഇപ്പോൾ രാമായണ മാസമാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ വീടുകളിൽ രാമായണം വായിക്കുന്നുണ്ടാവും. വർഷങ്ങളായിട്ട് വായിക്കുന്നവരുണ്ടാവും. ഞാൻ വായിക്കാറുണ്ട്, പക്ഷേ ഈ വർഷം തുടങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് ഒരു പൊലയിലാണ്, അതുകൊണ്ട് വായിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടേ വായിക്കാൻ തുടങ്ങുള്ളൂ.
അതുപോലെ ആ സമയത്ത് വായിക്കണോ വായിക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. വേണ്ടാന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസവിഷ്ണോ.